കാസർഗോഡ് പെരിയയിൽ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ചിതാഭസ്മവുമായി യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ധീരസ്മൃതി യാത്ര കോഴിക്കോട് ജില്ലയിലെത്തി. ബുധനാഴ്ച തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലാണ് ചിതാഭസ്മ നിമജ്ജന ചടങ്ങുകൾ നടക്കുക. പാർട്ടി പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് ചിതാഭസ്മം വഹിച്ചുകൊണ്ടുള്ള വാഹനം കോഴിക്കോട് മുതലക്കുളത്ത് എത്തിയത്. പ്രവർത്തകരും നേതാക്കളും പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ MK രാഘവൻ MP, ചരിത്രകാരൻ MGS നാരായണൻ, TP രാജീവൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പരിപൂർണമായി ശ്രമിക്കുകയാണ്. ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിച്ചു. ഇപ്പോൾ CPM സെക്രട്ടറിയുടെയും അതുപോലെ മറ്റു നേതാക്കന്മാരുടെയും നിലപാടുകൾ സത്യസന്ധമായിരുന്നുവെങ്കിൽ യഥാർത്ഥ പ്രതികളെയെങ്കിലും അറസ്റ്റ് ചെയ്യണ്ടേ? യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ക്രൈംബ്രാഞ്ച് SP-യെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി എന്നുള്ളതാണ് ഇന്ന് രാവിലത്തെ ചർച്ചാ വിഷയം. സ്മൃതിയാത്ര ചൊവ്വാഴ്ച തിരുവനന്തപുരത്തെത്തും. മീഡിയ 1 കോഴിക്കോട്.